ഞാൻ കെട്ടിക്കഴിഞ്ഞ് കെട്ടിയല്ലേടാ. കെട്ടിയതാണ്. അതങ്ങനെ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. അതായത് ഞാൻ ഇവിടെ ശാരദേ ഞാനിവിടെ പ്രേമമായിരുന്നല്ലോ. അങ്ങനെ രാത്രി കാണാൻ വന്നപ്പോ അവിടെ ആങ്ങളമാരെല്ലാം കൂടെ എന്നെ പിടിച്ചിട്ട് അങ്ങനെ കെട്ടിയിട്ടാണ് പിന്നെ കെട്ടിയത്. ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് അടിച്ചേക്കുവായിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ട് അണ്ണനെ കെട്ടിയിട്ടൊന്നും പറഞ്ഞല്ലോ. അതെ. പിന്നെ ഈ കെട്ട് ആര് വന്ന് അഴിച്ചു തന്നു? എടാ എന്റെ ഒരു മാജിക്കൊക്കെ നടത്തുന്ന മാജിക്ക് അറിയാവുന്ന ഹരിപ്പാട് രമണൻ എന്ന് പറഞ്ഞ മാജീഷ്യൻ കൂട്ടുകാരുണ്ട്. അവ ഇതെങ്ങനെ അറിഞ്ഞു എന്നെ കെട്ടിയിട്ടേക്കുന്നത്? എവിടുന്നാ പറന്നു വന്ന് എനിക്കറിയാമോ. അവൻ എന്തോ മന്ത്രം ചൊല്ലിട്ട് ഇങ്ങനെ കാണിച്ചപ്പം ഈ നൂഡിൽസ് സ്പൂണിനകത്തൊന്ന് അഴിഞ്ഞു വീഴുന്ന പോലെ ഈ കെട്ടം കഴിഞ്ഞു വീഴാം. എനിക്കറിഞ്ഞൂടെ എന്ത് മാറിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ രക്ഷ. പക്ഷേ പോകുന്ന വഴി പിന്നെ ഇവിടെ ആങ്ങളമാർ എന്നെ പിന്നെയും പിടിച്ചു. അങ്ങനെ എടുത്ത് എന്റെ തലയെ വെച്ച് തന്നതാണ് ശാരദേ. അങ്ങനെ തലയെ വെച്ച് തന്നെങ്കിലേ അണ്ണൻ ചുമന്നു നടക്കണ വല്ല കാര്യമുണ്ടോ? എടാ ഞാൻ ഈ കട്ട ചുമക്കാനും സിമന്റ് ചുമക്കാനും ഒക്കെ പോവല്ലോ. എന്തെടുത്ത് എന്റെ തലയെ വെച്ച് തന്നാലും ഞാൻ അങ്ങ് ചുമക്കും. അങ്ങനെ പറ്റിപ്പോയതാ. അങ്ങനെയൊക്കെ പറയാ. സത്യം പറഞ്ഞ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ആണോ? എന്താ ടെൻഷൻ ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. എന്നാലും ആദ്യമായിട്ടല്ലേ എന്റെ ഒരു ടെൻഷൻ അടിക്കുന്ന കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ. പാല് തരുമ്പോ പകുതി ഞാൻ കുടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ നീ എന്തോ വിചാരിച്ചു എന്നെ പറ്റിച്ച് 1 ലിറ്റർ ഒറ്റയ്ക്ക് അടിക്കുന്ന പോലാന്ന് വിചാരിച്ചോ? പകുതി കൊച്ചിന് കൊടുക്കണോന്ന് പറഞ്ഞു. അതല്ല, 2 ഗ്ലാസ്സിൽ എടുത്ത് വെക്കണോ അതോ? വേണ്ടടാ, ഇതെന്ത് പാടാ. അത് 2 ഗ്ലാസ് എടുത്ത് വെച്ച. എടാ പകുതി കൊടുക്കണോ? അതായത് നീ ഇനി മോന് എന്ത് ഉപയോഗിച്ചാലും പകുതി അവക്ക് കൊടുക്കണം. ഇനി മോന് നിങ്ങൾ 2 ഒന്നാ. പിന്നെ കൊച്ചെ ആ ചിരട്ടക്കോണത്തെ അപ്പച്ചി വല്ലതും വിളിക്കുവല്ലോ ചെയ്തായിരുന്നു? അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാനാ ചോദിച്ചത്. പിന്നെ ഈ അവിടെ ഞാൻ കല്യാണത്തിന് വന്നപ്പോഴേ അവര് ആ ഫ്രണ്ടിലെ മോളെ ഈ മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് ഈ താലം ഒക്കെ ആയിട്ട് നിന്നില്ലേ? അതാരായിരുന്നു? എന്റെ ഫ്രണ്ടിൽ വിളക്കുള്ള താലം. അതാരാണ്? അയ്യോ, അത് എന്റെ അമ്മായിയായിരുന്നു. ശാരദ അമ്മായി. അയ്യോ, ഭയങ്കര പെണ്ണുമ്പിള്ളാട്ടാ അവര്. എനിക്കറിഞ്ഞു എന്നെ കണ്ടുകൂടെ അവർക്ക്. എന്നെ അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ രാവിലെ പോലെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ അണ്ണൻ രാവിലെ പോലെ അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്ന അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും? അങ്ങനെ പിന്നെ അവരുടെ സ്വഭാവത്തിൽ എന്തോ ഇതുകൊണ്ട് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നു. പിന്നെ കൊച്ചായി എനിക്ക് ഈ നാസരായത് ടീമായിരുന്നു. അയ്യോ, നാദസര ഇവിടെ ഉള്ളവരല്ല. പിന്നെ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നാഗർകോവിലിൽ നിന്നാ. അത് പറ അമ്മമാര് തെറ്റടിച്ചിട്ടാ വായിച്ച എല്ലാം തെറ്റാ. കാരണം ഇവന്മാർക്ക് ഈ മലയാളം അറിഞ്ഞൂല, തമിഴല്ലേ. അമ്മാര് 7.5 പൊന്നാനെ പൊരുത്തന്നെ അതേ വായിച്ച തെറ്റാ. അമ്മാര് 4.5 പൊന്നാനെ അടിച്ചിട്ടുള്ളൂ. മലയാളം അറിഞ്ഞൂല. ആ തകലിയർക്കനെ എവിടെ ഉള്ളായിരുന്നു? തമ്പാനൂര് വെച്ചാണ്ടി വെച്ച് ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. കാരണം ഇവൻ ഈ തകിലും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഫ്രണ്ട് ഇട്ട് ഒരു കുരങ്ങനെ കളിപ്പിച്ച് തെരുവ് തർക്കത്തിന്റെ ആളായിരുന്നു. എനിക്കറിയാവുന്നവനെ. എനിക്കിവനെ മനസ്സിലായെന്ന് കണ്ടപ്പോ ഇവൻ ഉടനെ പിടിയരായിരിക്കാം ഇങ്ങനെ മുഖം വെച്ച് ഞാൻ വിടുവോ? ഞാൻ അവന്റെ ഫ്രണ്ട് ചെന്നിട്ട് ഇങ്ങനെ നിന്ന് അയ്യോ എന്റെ കളഞ്ഞു പോയ കുരങ്ങനെ തിരിച്ചു വന്ന് അച്ഛന്ന് പറഞ്ഞ് ചാടിയവൻ വീണു. അങ്ങനെ ഞാൻ അവനെ പിടിച്ചാണ്. അങ്ങനത്തെ ഞാൻ ഒരു കാര്യം ചെയ്യാം. 2 പേരും ഇരുന്ന് കാര്യം പറഞ്ഞിട്ട് ഞാൻ അകത്തൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാം. കേട്ടോ രക്ഷെടുത്തോ 2 പേരും. സ്നേഹം കൊണ്ടാട്ടോ. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. ക്ഷീണമുണ്ടോ? ഇച്ചിരി എനിക്കും ഉണ്ട്. ഭയങ്കര ഷീറ്റ് ആയതുകൊണ്ടായിരിക്കാം അല്ലേ? കിടന്നോ, ചെറിയ കിടന്നോ. എനിക്കും ഉണ്ട് ചെറിയ ക്ഷീണം. എഴുന്നേക്കണേ പെട്ടെന്ന്. ഇവനൊന്നും അറിയാൻ പോയെന്ന് പറയുകയും ചെയ്ത് രാത്രി കിടന്ന് നേരത്തെ ഉറങ്ങുമെന്ന് പറഞ്ഞോണ്ടായിരിക്കും. ഇവൻ എല്ലാം അറിയാൻ. ഒന്ന് ആലോചിക്കണം, ഞാൻ കക്കുതിക്കാരെ സമയം കൊണ്ട് ചെയ്തു വെച്ച വേല. ബട്ടൺ തര ആരെങ്കിലും ഒക്കെ കയറി ബട്ടൺ തര. ചൂട് ഭയങ്കര ചൂടെന്നാ. ഭയങ്കര ക്ഷീണമല്ല, 2 ദിവസമായില്ല. ഭയങ്കര ക്ഷീണം. പിന്നെ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാ നിമിഷ സമയം കൊണ്ട് എന്റെ കണ്ണ് വെട്ടിയപ്പോ അണ്ണാ ചൂട് അണ്ണാ എന്താ ഉദ്ദേശിച്ച ബട്ടൺ ചൂട്. നിനക്ക് നീ ഗൂഗിളാ നിനക്കെല്ലാം അറിയാം. നിന്റെ ഈ ചോദ്യവും ഉണ്ട് ഉത്തരവും ഉണ്ട് നിന്റെ.